കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 26 മുതൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു മംഗളവാർത്ത തന്നെയാണ്. ഇന്ന് പഴയ നിയമത്തിലെ മംഗളവാർത്തയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന പ്രവചനവും, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്നതുമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ആദ്യത്തെ 2 ആഴ്ച ആഗമന കാലത്ത് നമ്മൾ ചിന്തിച്ചത് കർത്താവ് തൻ്റെ മഹത്വത്തിൽ രണ്ടാമത് എഴുന്നള്ളുന്നതിനെ കുറിച്ചാണെങ്കിൽ, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിവാദനം ചെയ്യുന്നത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. 2 കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, മറിയത്തെ പേര് ചൊല്ലിയല്ല ഗബ്രിയേൽ മാലാഖ അഭിവാദനം ചെയ്തത്. മറിയത്തിന് പുതിയൊരു ടൈറ്റിൽ, പുതിയൊരു വിശേഷണം നൽകിക്കൊണ്ട്, എന്താണ്? ദൈവകൃപ നിറഞ്ഞവൾ. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ ബൈബിളിൽ ഉടനീളം ദൈവം ഓരോ വ്യക്തിക്കും പുതിയ ഒരു വിശേഷപ്പെട്ട പേര് നൽകുന്നത് അവരെ പ്രത്യേകമായൊരു ദൗത്യം ഫലമേൽപ്പിക്കുമ്പോഴാണ്. കുറേയിടങ്ങളിൽ നമുക്ക് ബൈബിളിൽ കാണാം, ദൈവം അവരുടെ പേര് മാറ്റി അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളി അനുസരിച്ചുള്ള വിശേഷണമുള്ള പേര് നൽകി ദൈവം അവരെ അഭിവാദനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അബ്രാത്തിനെ അബ്രഹാം എന്ന് മാറ്റി ജനതകളുടെ പിതാവ് എന്ന് മാറ്റുന്നു. അല്ലെങ്കിൽ ശിമയോനെ നീ ഇന്നു മുതൽ കേപ്പ അല്ലെങ്കിൽ പാറ എന്ന് വിളിക്കപ്പെടും, കാരണം നിന്നിലാണ് സഭ പണിയപ്പെടാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞു. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന് ദൈവം പുതിയൊരു മിഷൻ, പുതിയൊരു ദൗത്യം നൽകുന്നതിൻ്റെ സൂചനയായിട്ടും ഭാഗമായിട്ടും ദൈവം പറയുകയാണ് ഗബ്രിയേൽ മാലാഖയിലൂടെ, ദൈവകൃപ നിറഞ്ഞവളെ, നിറയപ്പെടാൻ പോകുന്നവളെ, ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ, ദൈവകൃപ നിറഞ്ഞവളെ, ദൈവം ഓൾറെഡി നിന്നിൽ തൻ്റെ വേല ആരംഭിച്ച് ദൈവം നിന്നെ രൂപപ്പെടുത്തിയെടുത്തു. നീ ഇപ്പോൾ തന്നെ ദൈവകൃപയാൽ നിറഞ്ഞിരിക്കുന്നവളാണ്. പരിശുദ്ധ അമ്മയെ പുതിയൊരു ജീവിതത്തിൻ്റെ ദൗത്യത്തിലേക്ക് ദൈവം വിളിക്കുക. രണ്ടാമതായിട്ട് മാലാഖ പറയുകയാണ്, കർത്താവ് നിന്നോടുകൂടെ. നമ്മൾ ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ ദൈവം നൽകുന്ന ഒരു ഉറപ്പാണത്, ദൈവം നിന്നോട് കൂടെ.
ഉറപ്പായിട്ടും നമുക്കറിയാം, ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്താ? ദൈവം നിന്നോടുകൂടെ. പുതിയൊരു മിഷൻ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താ? ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒത്തിരിയിടങ്ങളിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, ജോഷുവായോട് ദൈവം പറയുന്നുണ്ട്, ദാവീദിനോട് ദൈവം പറയുന്നുണ്ട്, ഗിദെയോനോട് ദൈവം പറയുന്നുണ്ട്, ദൈവം കർത്താവ് നിൻ്റെ കൂടെ വരും, ദൈവം നിൻ്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. യാക്കോബിനോട് ദൈവം പറയുന്നുണ്ട്, നീ പോകുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവവചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പ്രോമിസ് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ ദൗത്യത്തിലും ദൈവവിളിക്കും സഹനങ്ങളില്ലാതാകുന്നില്ല, വേദനകളില്ലാതാകുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടുകൾ എടുത്തു മാറ്റും, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നല്ല ദൈവം പറയുന്നത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, നീ കർത്താവിന് വേണ്ടി ഓരോ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നീ ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സുവിശേഷ വേലയ്ക്കായിട്ട് നീ പരിശ്രമിക്കുമ്പോൾ, ദൈവം നിനക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഇതാണ്: ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ പരാജയങ്ങൾ നേരിടും, കഷ്ടപ്പാടുകൾ നേരിടും, തിക്താനുഭവങ്ങൾ നേരിടും, സങ്കടങ്ങൾ നേരിടും. ഇതെല്ലാം കർത്താവിന് വേണ്ടി നീ എടുക്കുന്ന നിൻ്റെ ദൈവവിളിയുടെ ഭാഗമാണെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ട്: ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ലേഖ പറഞ്ഞ, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കും? കർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുസന്നിധിയിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പിതാണ്: ദൈവം എന്നെ പട്ടുമെത്തയിൽ കിടത്താമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ നടക്കുന്ന ഓരോ വഴികളിലും എനിക്ക് കൂട്ടുവരാമെന്ന് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എടുത്ത തീരുമാനത്തിൻ്റെ മുന്നോടി എന്താണ്? മാലാഖ ഈ ഒരു അഭിവാദനം ചെയ്തതിന് ശേഷം പരിശുദ്ധ അമ്മ തുറവിയോടുകൂടി ഈ അഭിവാദനം ശ്രവിച്ചു. തുറവിയുള്ളൊരു ഹൃദയത്തോടുകൂടി ആ അഭിവാദനം ശ്രവിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു ആഗമന കാലത്ത് ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങളോട് തുറവിയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായതുപോലെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ എപ്പോഴും ഗബ്രിയേലോ റഫായേലോ മിഖായേലോ ഒന്നും വന്നിട്ട് നമ്മളോട് സന്ദേശങ്ങൾ പറയണമെന്നൊന്നുമില്ല. പക്ഷേ അനുദിന ജീവിതത്തിൽ ഒത്തിരി ഇടങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ, നമ്മൾ കണ്ടുമുട്ടുന്നവരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. തുറവിയോടെ, തുറന്ന ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമേ ഒരിക്കലും ദൈവ സന്ദേശത്തെ തള്ളിക്കളയുന്നില്ല. ഞാൻ ഇത്രയും പ്രായമേ എനിക്കായിട്ടുള്ളൂ, എനിക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ജീവിതത്തെക്കുറിച്ചുണ്ട്, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ പുരുഷനെ അറിയുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും പറ്റത്തില്ല. പരിശുദ്ധ അമ്മ തൻ്റെ സ്വാഭാവികമായ ഒരു ചിന്തയിൽ നിന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ: ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മ ഈ ഒരു അഭിവാദനം കേട്ട് അസ്വസ്ഥയായത് കണ്ട് ദൂതൻ മറിയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പേര് വിളിക്കുകയാണ്: മറിയമേ, നീ ഭയപ്പെടേണ്ട, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, നീ പരിശുദ്ധാത്മാവിൽ നിറയും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ വളരെ തുറവിയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിച്ചു. ചോദിക്കുക, നമ്മളോട് നോക്കി, നമ്മുടെ ജീവിതത്തോട് നോക്കി നമുക്കും ചോദിക്കാം: ഞാൻ എങ്ങനെയാണ് ദൈവം എനിക്ക് തരുന്ന അവസരങ്ങളോട് പ്രതികരിക്കുന്നത്? ദൈവം എൻ്റെ മുൻപിൽ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും ദൈവ സന്ദേശം ഏറ്റെടുക്കുവാനും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനുമായിട്ട് എനിക്ക് ഒത്തിരിയേറെ അവസരങ്ങളും ഇടപെടലുകളും നടത്തുന്നുണ്ട്. നമുക്ക് ഭയമാണോ ദൈവത്തിനോട് ആമേൻ പറയാൻ? ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ, വചനം ജീവിക്കുവാൻ നമുക്ക് അസ്വസ്ഥതയാണോ? കാരണം എൻ്റെ ഇഷ്ടങ്ങൾ നടക്കാതെ വരും, എൻ്റെ സ്വപ്നങ്ങൾ നടക്കാതെ വരും, ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റില്ല, ഞാൻ ആഗ്രഹിച്ച സന്തോഷങ്ങൾ ചിലപ്പോൾ കിട്ടില്ല, ത്യാഗങ്ങൾ എടുക്കേണ്ടി വരും. ഇതുകൊണ്ട് പലർക്കും പേടിയാണ് പരിശുദ്ധ മറിയത്തെ പോലെ സന്ദേശം സ്വീകരിക്കുവാൻ, ദൈവത്തോട് തുറവിയോടുകൂടി ആയിരിക്കുവാൻ, ദൈവം തരുന്ന എല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലരും ദൈവഹിതത്തിനോട്, ദൈവം തരുന്ന സന്ദേശങ്ങളോട് ആമേൻ പറയുന്നതിന് മുൻപ് ചിലപ്പം നിബന്ധനകൾ വയ്ക്കും. ദൈവമേ, നീ പറയുന്നത് ഞാൻ കേട്ടോളാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചാലേ അത് പറ്റുള്ളൂ. നീ പറയുന്നതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, പക്ഷേ എൻ്റെ ചില നിബന്ധനകൾ കൂടി നീ നടത്തി തരണം.
പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇത്തരം വാദപ്രതിവാദങ്ങളൊന്നും ചെയ്തില്ല. ദൈവത്തോട് ഉത്തരം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. ആഴമേറിയ ഒരു സമർപ്പണം ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതാ കർത്താവെ, നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി എന്ന് പറയാനുള്ള ഉൾക്കരുത്. ഇത് വെറുമൊരു വാക്കല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള എല്ലാ നിയന്ത്രണവും സമർപ്പിച്ച്, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവമേ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മൊത്തമായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ്. ഇതൊരു നിമിഷം കൊടുക്കുന്നൊരു വാക്കല്ല. ജീവിതത്തിൽ ഓരോ നിമിഷവും ഇത് ജീവിക്കേണ്ട ഒരു സമർപ്പണമാണ്. ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാനൊരു അപ്പനാകുമ്പോൾ, അമ്മയാകുമ്പോൾ, ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും, ഞാനൊരു ദൈവവിളി സ്വീകരിച്ചൊരു വൈദികനാകുമ്പോഴോ സന്യസ്തനാകുമ്പോഴോ സന്യസ്തയാകുമ്പോഴോ ഒരൊറ്റ നിമിഷം കൊണ്ട് അത് തീരുന്നൊരു കാര്യമല്ല. ഓരോ ദിവസവും ജീവിക്കേണ്ട ഒന്നാണ് ആ ഒരു ദൗത്യവും ആ ഒരു സമർപ്പണവും. ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ നിമിഷവും ആ വിവാഹത്തിൽ ഞാനെടുത്ത വ്രതം ജീവിക്കേണ്ട ഒരാളാണ്. ഇന്നു മുതൽ മരണം വരെ ഓരോ നിമിഷവും അത് അനുദിനമുള്ളൊരു സമർപ്പണമാണ്. ദൈവത്തിന് കൊടുത്ത വാക്ക് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ നവീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഞാനൊരു പുരോഹിതനാണെങ്കിൽ തിരുപ്പട്ടം കിട്ടിയ നാൾ മുതൽ ഓരോ ദിവസവും എൻ്റെ പൗരോഹിത്യത്തെ ഞാൻ നവീകരിക്കുകയും ജീവിക്കുകയും ചെയ്യുക. ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഞാനെടുത്ത വ്രതങ്ങളെ നവീകരിച്ചുകൊണ്ട്. അതൊരൊറ്റ നിമിഷത്തെ വാക്കിൽ തീരുന്നതല്ല, ഓരോ ദിവസവും ജീവിക്കേണ്ടതാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ദിവ്യബലിയിൽ, ഈ ആഗമന കാലത്ത് നമുക്കും പ്രാർത്ഥിക്കണം, നമുക്കും തീരുമാനിക്കണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ ദൗത്യം, ജീവിതത്തിൻ്റെ മിഷൻ, ഈശോയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന വാക്ക്, കർത്താവിന് വേണ്ടി ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്ന വഴികളെ ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് പറ്റണം. ഒരിക്കൽ കൊടുത്ത വാക്കല്ല, അനുദിനം അനുനിമിഷം കർത്താവിനോട് കൂടി നടക്കുവാൻ, ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ സമർപ്പണം പൂർണ്ണമാകുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.